നിരവധി ആരാധകരുള്ള ഇന്ത്യൻ സിനിമയിലെ അനശ്വര നായികയാണ് രേഖ. ഒരു കാലത്തെ താരറാണിയായിരുന്ന രേഖയ്ക്ക് ഇന്നും ബഹുമാന്യ സ്ഥാനം സിനിമാ ലോകത്തുണ്ട്. കാലത്തിന് മുൻപേ സഞ്ചരിച്ച നടിയായാണ് രേഖയെ ആരാധകർ കാണുന്നത്. രേഖയുടെ ഐക്കോണിക് ഫോട്ടോഷൂട്ടുകളും ഗാനരംഗങ്ങളും ഏറെയാണ്. തന്നെ അതീവ ഭംഗിയോടെ ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും കാണാനാണ് രേഖ അന്നും ഇന്നും ആഗ്രഹിക്കുന്നത്. രേഖയുടെ ജനറേഷനിലെ പല നടിമാർക്കും ഇത് സാധിച്ചിരുന്നില്ല. എന്നാൽ രേഖ എന്നും തന്റെ സൗന്ദര്യത്തിലും വസ്ത്രധാരണത്തിലും ശ്രദ്ധ നൽകി. പുതുമുഖ നടിമാരുടെ അഭിനയ മികവും കരിയർ ഗ്രാഫും വിലയിരുത്താനും രേഖയ്ക്ക് സാധിക്കാറുണ്ട്. സൗന്ദര്യം കൊണ്ട് രേഖ എന്നും ആകർഷിച്ച നടി ഐശ്വര്യ റോയാണ്. ഐശ്വര്യയുടെ ജ്വലിക്കുന്ന സ്ക്രീൻ പ്രസൻസും ബഹുമാനത്തോടെയുള്ള പെരുമാറ്റവും രേഖയ്ക്ക് വളരെ ഇഷ്ടമാണ്. പലപ്പോഴും ഐശ്വര്യയെ പ്രശംസിച്ചുകൊണ്ട് പൊതുവേദികളിൽ രേഖ സംസാരിച്ചിട്ടുമുണ്ട്. ഐശ്വര്യയ്ക്ക് രേഖ എഴുതിയ കത്ത് ഒരിക്കൽ വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഐശ്വര്യയുടെ സ്വഭാവ സവിശേഷതകളെ പ്രശംസിച്ചുകൊണ്ടാണ് രേഖ കത്തയച്ചത്. നിന്നെപ്പോലെ ആത്മാവിനോട് ഇണങ്ങി നിൽക്കുന്ന സ്ത്രീ ഒഴുകുന്ന നദി പോലെയാണ്. ഒരിക്കലും നിശ്ചലമല്ല, ഭാവഭേദമില്ലാതെ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. ആളുകൾ നമ്മൾ പറഞ്ഞതും ചെയ്തതും മറന്നേക്കാം, പക്ഷേ അവർക്ക് നമ്മൾ ഉണ്ടാക്കിയ തോന്നൽ ഒരിക്കലും മറക്കില്ല. എല്ലാ സദ്ഗുണങ്ങളിലും ധീരതയാണ് ഏറ്റവും പ്രധാനം. കാരണം ധീരതയില്ലാതെ നിങ്ങൾക്ക് മറ്റൊരു നല്ല ഗുണം നിലനിർത്താൻ പറ്റില്ല. ആഴത്തിലുള്ള ശക്തിയും ശുദ്ധമായ ഊർജവും നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപേ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. നീ ചെയ്ത ഏറ്റവും ബുദ്ധിപരമായ കാര്യം കൃതജ്ഞതയോടെ വർത്തമാനത്തോടൊപ്പം ഉണ്ടായിരിക്കുക എന്നതാണ്. ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളെ പിന്തുടർന്നു. പിന്നീട് ആളുകൾക്ക് നിന്നിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത വിധം നന്നായി ചെയ്തു. നീ ഒരുപാട് ദൂരം താണ്ടി, ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നു. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു. ഇതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ദീർഘമായ കുറിപ്പിൽ രേഖ വ്യക്തമാക്കി. എന്നാൽ സിനിമാ രംഗത്ത് ഐശ്വര്യ റോയ് ഇപ്പോൾ സജീവമല്ല. ഏറെ കാലത്തിന് ശേഷം പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയെങ്കിലും പിന്നീട് നടിയുടെ മറ്റൊരു സിനിമയും പ്രഖ്യാപിച്ചിട്ടില്ല. 50-കാരിയായ ഐശ്വര്യ റോയ് കുടുംബത്തോടൊപ്പമുള്ള സമയത്തിനാണിപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. മകൾ ആരാധ്യ ബച്ചൻ പിറന്ന ശേഷം ചുരുക്കം സിനിമകളിലെ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ. രേഖയും വർഷങ്ങളായി സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. അഭിനയ പ്രാധാന്യമില്ലാത്ത സിനിമകൾ ചെയ്യാൻ രേഖ ഇന്ന് തയ്യാറല്ല. സിനിമാ രംഗത്തേക്ക് രേഖ തിരിച്ചു വരണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം. സിനിമകളിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടെങ്കിലും ബോളിവുഡിലെ അവാർഡ് നിശകളിലും മറ്റും രേഖ സാന്നിധ്യം അറിയിക്കാറുണ്ട്. ഫാഷൻ ലോകത്തെ ഐക്കണാണെങ്കിലും ചിലപ്പോൾ ഐശ്വര്യയുടെ ഫാഷൻ ചോയ്സുകൾ വിമർശിക്കപ്പെടാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി പൊതുവേദികളിൽ എത്തുമ്പോഴെല്ലാം ഈ വിമർശനം വരുന്നുണ്ട്. അടുത്തിടെ കാൻ വേദിയിൽ പ്രത്യക്ഷപ്പെട്ട ഐശ്വര്യക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടന്നിരുന്നത്. റെഡ് കാർപ്പറ്റിൽ വ്യത്യസ്തമായ ലുക്കിലാണ് ഐശ്വര്യ എത്തിയത്. എന്നാൽ ആരാധകർക്ക് ഇഷ്ടപ്പെട്ടില്ല. വസ്ത്രം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഐശ്വര്യയ്ക്ക് വീഴ്ച പറ്റി. മാത്രമല്ല, നടിയുടെ രൂപത്തിൽ വന്നിരിക്കുന്ന മാറ്റം അത്ഭുതപ്പെടുത്തുകയാണ്. തടിച്ച് ഉരുണ്ട് മുഖമൊക്കെ വികൃതമായി. ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്ത് അവസാനം ഐശ്വര്യയെ കാണാൻ കൊള്ളില്ലാതെയായി. മുഖമൊക്കെ തടിച്ച് വീർത്തിരിക്കുകയാണ്. മാത്രമല്ല, ഐശ്വര്യയുടെ ഡിസൈനർ ഒരിക്കലും ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെയാണ് പലരും പറഞ്ഞത്. വിമർശനം കടുത്തെങ്കിലും നടി ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല.